മാംഗല്യം പാർട്ട് 14. വേദ് പാറുവിനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് താഴേക്കിറങ്ങിപ്പോയി. എന്നാൽ വേദിൻ്റെ നോട്ടവും എല്ലാം തന്നെ അവിടെ ഇരുന്ന ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചിരുന്നു. എന്താണ് പാറൂസേ, ഒരു ഒളിക്കണ്ണിട്ട് നോട്ടവും ഒരു പരിങ്ങലുമൊക്കെ? ഏയ്, അങ്ങനെ ഒന്നുമില്ല. പോലീസുകാരന് എവിടേക്കോ സംതിങ്. ഒന്ന് പോടി, അങ്ങനെയൊന്നുമില്ല. ഏട്ടൻ അങ്ങനെയൊന്നും എന്നെ കണ്ടിട്ടില്ലായിരിക്കും. സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഏട്ടൻ അമ്മ പറയുന്നതിനപ്പുറത്തോട്ട് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് പാവം അനുസരിക്കേണ്ടി വന്നതായിരിക്കും. അവൾ അല്പം വിഷമത്തോടുകൂടി പറഞ്ഞു. ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ ഒന്നും. അതിരിക്കട്ടെ, മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിച്ചു. ആ താലി എപ്പോഴാണ് എൻ്റെ കഴുത്തിലേക്ക് വന്നത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ആ ബ്യൂട്ടീഷ്യൻ നിന്നെ ഒരുക്കി ഞങ്ങളുടെ മുന്നിലേക്ക് തന്നപ്പോൾ തന്നെ ഞങ്ങൾ അത് കയ്യിൽ കിട്ടിയ പാടെ നിൻ്റെ കഴുത്തിലേക്ക് അണിയിച്ചിരുന്നു. നീ അത് കണ്ടില്ല എന്ന് മാത്രം. ഓർണമെൻറ്റ്സ് എല്ലാം അണിയിച്ചപ്പോൾ അതിൻ്റെ അടിയിലായി പോയെന്ന് മാത്രം. പിന്നെ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ അറ്റത്ത് ത്രെഡ് കെട്ടിയിരുന്ന സാധാരണ കറുപ്പോ അല്ലെങ്കിൽ ചുവപ്പോ ഒക്കെ. പക്ഷേ ഇവിടെ അത് ഞങ്ങൾ മനഃപൂർവ്വം മഞ്ഞ ത്രെഡ് കൊണ്ട് തന്നെയാണ് കെട്ടിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടി ചിലതിൻ്റെയൊക്കെ ത്രെഡ് മുന്നിലോട്ടും ഇട്ടിരുന്നു. അതുകൊണ്ടാണ് ആരും അതത്ര ശ്രദ്ധിക്കാതെ പോയത്. എന്തായാലും കറക്റ്റ് ടൈമിങ്ങിന് വേദേട്ടൻ അത് കാണുകയും അത് പിടിച്ച് പുറത്തോട്ട് ഇടുകയും ചെയ്തു. എന്നാൽ നിൻ്റെ ആ സമയത്ത് എക്സ്പ്രഷനെല്ലാം കണ്ട് ഞങ്ങൾ വിചാരിച്ചത് കുളമാകുമെന്ന്. പിന്നെ ഒരു സമാധാനമുള്ളത്, ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ആ തിരുനാവെടുത്ത് ഒന്ന് ചലിക്കുക പോലും ചെയ്യാത്തത് കൊണ്ട് നീ ഇവിടെയും പ്രതികരിക്കാൻ പോകില്ല എന്നൊരു സമാധാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആദി പറഞ്ഞു നിർത്തി. കുറേ സമയം കൂടി അവരെല്ലാവരും ആ റൂമിൽ ചിലവഴിച്ച്. എങ്കിൽ ഞങ്ങൾ താഴോട്ട് പോകട്ടെ? എടി, എനിക്കൊന്ന് ഫ്രഷ് ആകണം. നീ ഫ്രഷായിട്ട് താഴേക്ക് വാ. ഒരുപാട് താമസിക്കരുത്, ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോകേണ്ട. ഇന്ന് പോകണോടി ഇവിടെ എൻ്റെ കൂടെ. എനിക്ക് പരിചയമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പരിചയമാകുന്നത്. പിന്നെ വിവിയേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിനക്കെങ്ങനെ പരിചയമില്ലാത്ത വീടാകുക? എന്നാലും എന്തോ ഒരു ഭയം പോലെ. ഒരു ഭയവും വേണ്ട. ഒരു IPS ഓഫീസറിൻ്റെ വീട്ടിലാണ് നീ താമസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് ഭദ്രൻ ഒരു വേലത്തരവും കാട്ടാൻ പോകുന്നില്ല. നിനക്ക് ധൈര്യമായിട്ട് സമാധാനത്തെ ഉറങ്ങാം. ആദി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു. അവളുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും ആദിക്ക് മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവളെ ഇത്രത്തോളം സമാധാനിപ്പിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ച് അവളെ ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു. എല്ലാവരും താഴേക്കിറങ്ങി. ഇതിനിടയിൽ പല ചോദ്യങ്ങളും ആദിയോട് ചോദിച്ചുവെങ്കിലും അതിനെല്ലാം പിന്നീട് മറുപടി നൽകാം എന്ന് പറഞ്ഞ് അവൾ എല്ലാവരുടെയും വായടച്ച് താഴേക്ക് ചെന്നു. കുറേ സമയം കഴിഞ്ഞതും എല്ലാവരുടെ ഒപ്പം തന്നെ പാറുവും ജോയിൻ ചെയ്തു. പിന്നെ അവിടെ കളിയും ചിരിയും ബഹളവുമായിരുന്നു. പാറുവിനെ എല്ലാവരും സ്നേഹം കൊണ്ട് മൂടുന്നത് കണ്ട് വേദിന് അല്പം അസൂയയും കുശുമ്പും തോന്നാതിരുന്നില്ല. വേദിൻ്റെ മുഖത്ത് പ്രകടമാകുന്ന ഭാവങ്ങളെല്ലാം വിവി അല്പം മാറി നിന്ന് വീക്ഷിക്കുന്നുണ്ടെന്ന്. ഓഹോ, അപ്പം മസിലളിയന് കുശുമ്പും കുന്നായ്മയും എല്ലാം ഉണ്ട് അല്ലേ? എൻ്റെ പാറൂസിനെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ വരട്ടെ മസിലളിയ. ഞാൻ വരച്ച വരയെ നിർത്തുന്നുണ്ട്. ഇതുവരെ മസിലളിയൻ എൻ്റെ മുമ്പിൽ ഷോ ഇറക്കി. ഇനി ഞാൻ ഇറക്കുന്ന ഷോ മസിലളിയൻ കണ്ടോ? വിവി മനസ്സിൽ ഓരോന്ന് പറഞ്ഞ് കണക്ക് കൂട്ടിക്കൊണ്ട് വേദിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ളവർ അങ്ങോട്ട് വരുന്നത്. എന്താടാ നീ ഇങ്ങനെ നിന്ന് എന്തൊക്കെ ആലോചിച്ച്? തോല്ല അങ്ങോട്ട് നോക്കിയേ. നമ്മളെ വരച്ച വരയിൽ നിൽക്കുന്ന IPS ഓഫീസർ ഇതുകൊണ്ട് നോക്കിയേ. എൻ്റെ പാറുവിൻ്റെ ചോര സ്ട്രോ ഇട്ട് ഊറ്റി കുടിക്കുന്ന ആ കുടി കാണുമ്പോഴുണ്ടല്ലോ. എന്ത് വാടേ ഇതൊക്കെ? ഒരു IPS ഓഫീസർ ഇങ്ങനെ ഇരുന്ന് ചോര ഊറ്റി കുടിക്കുന്ന ആദ്യമായി കാണുന്ന കാഴ്ചയാണ്. വിഷ്ണു ആ കാഴ്ച കണ്ടുകൊണ്ട് പറഞ്ഞു. എന്തായാലും വേദേട്ടൻ എവിടേക്ക് സംതിങ് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഉള്ളതായി എനിക്ക് തോന്നുന്നു. അനന്തുവാണ് അവൻ്റെ നോട്ടം കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലാതില്ല. കാരണം പാറൂസിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞപ്പോൾ മസിലളിയൻ എല്ലാ രീതിയിലും എതിർത്തതാ. പക്ഷേ പാറൂസിനെ മണ്ഡപത്തിൽ കണ്ടപ്പോൾ ആ കണ്ണിൽ കണ്ട തിളക്കം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഭാവം. അവർ ഓരോന്ന് കളിയും ചിരിയുമായി നിന്നപ്പോഴാണ് ഓരോരുത്തരുടെ ഫോണിലേക്ക് കോൾ വരാൻ തുടങ്ങി. എടാ, കൂട്ടിൽ കയറേണ്ട ടൈമായി. ഞങ്ങൾ ഇവിടെ നിന്ന് സമയം കളയുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് 4 പേരും പുറത്തേക്ക് ഇറങ്ങി. ദോ ഒന്ന് നിന്നേ.
ഈ നിൽക്കുന്ന 4 കൂടെ കൊണ്ടു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തട്ടിയാൽ മതി. പാറൂസിൻ്റെ കൂട്ടുകാരെ കണ്ടോണ്ടാന്ന് പറഞ്ഞ്. ഇത് കേട്ട ആദിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതെന്താ വഴി കൊണ്ടു കളയാൻ, ഞങ്ങൾ പൂച്ചയോ പട്ടിയോ വല്ലോ വന്നോ? ഞങ്ങളെ ഞങ്ങളുടെ വീടുകളിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ചേട്ടന്മാർ ഈ റിസ്ക് ഏറ്റെടുത്താൽ മതി. അത്രയും പറയുന്നത് കേട്ട് വേദ്, പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഞാൻ ഇതുങ്ങളെ കൊണ്ടുവന്ന് വീട്ടിലാക്കിക്കൊള്ളാം. വിഷ്ണുവും എബിയും ആനന്ദും കിട്ടിയ അവസരമല്ലേ കളയണ്ട എന്ന് വിചാരിച്ച് കയറിക്കോ അത് പറഞ്ഞ് എല്ലാവരും കയറി. പാത്തു നേരത്തെ തന്നെ ഷിഹാബിൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു. എല്ലാവരും അവിടെ നിന്നും പോയി. എല്ലാവരും ഡിന്നർ കഴിക്കാനായി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തെത്തിയപ്പോൾ പാറുവിൻ്റെ മുഖം ഇരുണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വിവി തൻ്റെ ഫോണിൽ നിന്നും ആരോ കോൾ വിളിച്ച് വീഡിയോ കോൾ ചെയ്യുന്നത്. വീഡിയോ കോൾ ചെയ്ത പാടെ അനന്തുവിൻ്റെ സംസാരമാണ് കേട്ടത്. അനന്തു, എന്നാൽ എൻ്റെ മോളുടെ നേരെ ഫോൺ നീട്ടടാ എന്ന് വിവിയോട് പറഞ്ഞതും വിവി ഫോൺ പാറുവിൻ്റെ നേരെ നീട്ടി. അനന്തുവിൻ്റെ ഒപ്പം ഇരിക്കുന്ന കുട്ടുവിനെ കണ്ടതും പാറുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇത്രയും നേരം വിഷമത്തോടെ ഇരുന്നവളുടെ മുഖത്തുണ്ടായ പ്രകാശം വേദം കാണുക തന്നെയായിരുന്നു. തൻ്റെ രക്തം അല്ലാഞ്ഞിട്ട് പോലും ആ കുഞ്ഞിപ്പയ്യനെ അവൾ തൻ്റെ പ്രാണനായി സ്നേഹിക്കുന്നത് അവൻ ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടു നിൽക്കുകയായിരുന്നു. കുട്ടുവിൻ്റെ അവിടുത്തെ പ്രകടനം കണ്ടുകൊണ്ട് വായും തുറന്നിരിക്കുകയാണ് പാറു. പാറുവിൻ്റെ ആ ഇരിപ്പ് കണ്ടുകൊണ്ടാണ് വിവി അടുത്തേക്ക് വന്നത്. തൻ്റെ മുന്നിലിരിക്കുന്ന ആഹാരമെല്ലാം വാരി വലിച്ചു കഴിക്കുന്ന കുട്ടുവിനെ കണ്ട് പാറു ഉമിനീരിറക്കി. എൻ്റെ പൊന്നു ചെക്ക, നീ ഒരൽപ്പം സമാധാനത്തെ കഴി. ഈ വാങ്ങിച്ചു വെച്ചേക്കുന്നതെല്ലാം നിനക്ക് തന്നെയാണ്. നീ വെപ്രാളം കുറച്ച് തിന്നേക്കാ, നിൻ്റെ മണ്ടേ കയറും. ഒന്ന് പോ ചേച്ചി, ഇന്ന് രാവിലെ തൊട്ട് വിശന്നിരുന്നതിൻ്റെ പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ പാറു ചേച്ചി ഉള്ളപ്പം കഴിക്കടാ എന്ന് പറഞ്ഞ് പുറകെ നടക്കും. ഇപ്പോൾ എൻ്റെ പാറു ചേച്ചി എന്നോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് വിശപ്പിൻ്റെ വില അറിഞ്ഞ് എൻ്റെ പൊന്നു ചേച്ചി. അവൻ്റെ ആ പറച്ചിൽ കേട്ടോ പാറുവിന് വിഷമം തോന്നി. കാരണം കുഞ്ഞു കുട്ടികളെ പോലെ അവൻ്റെ പിറകെ നടന്ന് അവന് വേണ്ടുന്ന ആഹാരം വാരിക്കൊടുക്കുകയും അവനെ ശകാരിച്ച് ആഹാരം തീറ്റിക്കുകയും എല്ലാം ചെയ്തിരുന്നത് താനായിരുന്നു. ഇന്ന് താൻ ആ വീടിൻ്റെ പടി ഇറങ്ങിയതോടുകൂടി തൻ്റെ കുഞ്ഞനുജൻ വിശന്ന് വലഞ്ഞു എന്ന് കേട്ടപ്പോൾ അവളുടെ ഉള്ളൊന്നും പിടച്ചു. അവൻ പറഞ്ഞത് പാറുവിന് വിഷമമായെന്ന് അനന്തുവിന് മനസ്സിലായി. അനന്തു അപ്പോൾ തന്നെ, എൻ്റെ ചെക്ക, എൻ്റെ പാറുവിനെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ, അവളെ കല്യാണം കഴിച്ച് വിട്ട ആ നിമിഷം തന്നെ നിന്നെയും കൊണ്ടുപോയി നിനക്ക് വേണ്ടുന്ന ആഹാരമെല്ലാം ഞാനില്ലേടാ നിനക്ക് വാങ്ങിത്തന്നേ. നിനക്ക് വിശപ്പ് മാറുവോളം എല്ലാം വാങ്ങിത്തന്ന് നിന്നെ വീട്ടിലും കൊണ്ടുവിട്ടിട്ടല്ലേ ഞാൻ അവിടുന്ന് പോയത്. പിന്നെ നീ ഇന്ന് വിശന്ന് കിടക്കുമെന്ന് പറഞ്ഞേ കള്ളം പറയുന്നോടാ. അവൻ്റെ ചെവിക്ക് പിടിച്ച്, എൻ്റെ പൊന്ന് ചേട്ടാ, എൻ്റെ ചെവിന്ന് ചെവി പിടിച്ച് പൊന്നാക്കാതെ. ഈ പാറു ചേച്ചിക്ക് എന്നോട് ഒരു ഇഷ്ടവും ഇല്ല, അറിയാമോ? അതെന്താടാ നീ ഇപ്പം അങ്ങനെ പറയുന്നത്? എൻ്റെ പാറൂസിന് എല്ലാവരോടും ഇഷ്ടമാണെന്നല്ലോ. എന്നിട്ടാ ഏട്ടൻ കൈ പിടിച്ച് വലിച്ചോണ്ട് പോയപ്പോൾ ഈ എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ ഏട്ടൻ്റെ കൂടെ കയറിപ്പോയത്. പിന്നെ കല്യാണം കഴിച്ചു വിടുന്ന പെൺപിള്ളേരെല്ലാവരും അനിയന്മാരുണ്ടെന്നും പറഞ്ഞ് അനിയന്മാരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമോ? ഭർത്താവ് വന്ന് വിളിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഒപ്പം പോകണ്ടേ? അതിന് ഭർത്താവായില്ലല്ലോ. ആ താലി ചേച്ചിമാരെല്ലാവരും കൂടെ ചേച്ചിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തല്ലയോ? എൻ്റെ അളിയൻ ഇതുവരെ ചേച്ചിയുടെ കഴുത്തിൽ ദൈവത്തെ സാക്ഷി നിർത്തി താലി കെട്ടിയില്ലല്ലോ. അന്നേരം ഈ കുട്ടൂരെ വിട്ടു പോയത് ശരിയാണെന്നോ? ഏട്ടൻ പറ. അല്ലേ പാറു ചേച്ചി? എൻ്റെ പൊന്ന് കുട്ടു, നിന്നെ ഞാൻ നമിക്കുന്നു. വായടച്ചു വെച്ച് ഈ ആഹാരം ഒന്ന് കഴിക്കാൻ നോക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതൊക്കെ പറ്റൂ. ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചിരുന്ന പാറു ചേച്ചിയുടെ കല്യാണത്തെക്കുറിച്ച്. നീ എന്താ ആഗ്രഹിച്ചിരുന്നു? കുറച്ച് ദിവസമായി ഓർക്കമൊന്നും ഇല്ലാതെ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നു. പിന്നെ എൻ്റെ അളിയൻ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നു. ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അത് നല്ല HD ക്ലാരിറ്റിയിൽ വീഡിയോ സെറ്റ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്ത് സെറ്റായിട്ടൊരു പാട്ട് അതിനകത്ത് ലിങ്ക് ചെയ്ത് അതിനുശേഷം യൂട്യൂബിലിട്ട് അങ്ങ് വൈറലാകണം. ഇതൊക്കെ ചുമ്മാതാക്കില്ലേ? ആ മസിലളിയനെല്ലാം കൊണ്ടുവന്ന് കുളവാക്കി കിട്ടു പറഞ്ഞു. എന്നാൽ ഇവരുടെ ഈ സംസാരങ്ങളെല്ലാം ഭദ്രൻ്റെ കൂട്ടാളികളിൽ ഒരാൾ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതിവരാരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അല്ല കുട്ടു, ഇനി നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഏയ് ഇല്ലേ ചേച്ചി, ഇനി ഇവിടെ എവിടെയെങ്കിലും ഓഫണേജ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വല്ലതും പോകണം. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്നൊരു ഓഫണേജിലേക്ക് എന്നെ ആക്കിയേക്കാൻ. എന്തിനാ മോനെ? പാറു സ്നേഹത്തോടെ അവനോട് ചോദിച്ചു. നിനക്ക് ചെറിയമ്മയുടെ കൂടെ അവിടെ തന്നെ നിന്നൂടെ? ചെറിയമ്മയ്ക്ക് നീ എന്ന് പറഞ്ഞ ജീവനാ, പിന്നെ എന്നെ ഭയങ്കര ജീവനാ. അതുകൊണ്ടാണല്ലോ നടുത്തെരുവിൽ നിറവയറുമായി നിന്ന അവരെ എൻ്റെ അച്ഛൻ സ്നേഹത്തോടെ കൊണ്ടുവന്നിട്ട് അച്ഛൻ അവസാന കാലം അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. പിന്നെ ആ ജയിൽ പുള്ളിയിലൂടെ ഇനി ഞാൻ അവിടെ നിൽക്കാൻ പോവില്ലേ? ഇത്രത്തോളം ക്രൂരത
അച്ഛനോട് കാണിക്കാമെങ്കിൽ അവരുടെ സ്വന്തം മകനായ എന്നോട് ഇതിൽ വലിയ ക്രൂരത കാട്ടും. അവൻ പറഞ്ഞു നിർത്തിയപ്പോഴാണ് അവൻ എന്താണ് പറഞ്ഞതെന്ന് ബോധമുണ്ടായത്. എന്നാൽ അവൻ്റെ ആ വെളിപ്പെടുത്തലിൽ വേദും അനന്തവും ഒന്ന് സ്തബ്ധനായി നിന്നുപോയി. വേദ് പെട്ടെന്ന് തന്നെ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കുട്ടുവിൻ്റെ അടുത്തേക്ക് ചെന്ന്, എന്താ മോനെ നീ പറഞ്ഞേ? അവരാണോ അച്ഛനെ കൊന്നത്? അത് 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 പെട്ടെന്ന് തന്നെ കോൾ കട്ടായി. വേദ് പാറുവിൻ്റെയും വിവിയുടെയും നേർക്ക് തിരിഞ്ഞു. അവരുടെ മുഖഭാവത്തിൽ നിന്നും അവന് മനസ്സിലായി ഈ കാര്യങ്ങളെല്ലാം അവർക്ക് രണ്ടുപേർക്കും അറിയാമെന്ന്. അവൻ അല്പം ഗൗരവത്തെ തന്നെ രണ്ടെണ്ണത്തിനെയും നോക്കി നേരെ ഫുഡിൻ്റെ മുന്നിൽ വന്നിന്ന് ഫുഡ് പെട്ടെന്ന് തന്നെ കഴിച്ച് കൈ കഴുകുകയും മേലോട്ട് പോകുന്നതിന് മുമ്പ് രണ്ടുപേരെയും തിരിഞ്ഞു നോക്കി, പെട്ടെന്ന് ഫുഡ് കഴിച്ച് എൻ്റെ റൂമിലെത്തിയിരിക്കണം രണ്ടുപേരും. അവൻ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. എന്നാൽ കുട്ടുവിൻ്റെ ആ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുമായിരുന്നു ലത അപ്പോഴും.